പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പഴയകാല പലഹാരമാണ് ഞാൻ കാണിക്കുന്നത്. അരിയുണ്ട. കരണ്ടും മിക്സിയൊന്നും ഇല്ലാത്ത സമയത്ത് അമ്മ അരി വറുത്ത് ഉരലിലിട്ട് ഇടിച്ച് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും, എനിക്ക് തോന്നുന്നു ഏലക്ക പോലും ഉണ്ടാവില്ല, ഇടിച്ച് നമുക്ക് ഉരുട്ടി തരാറുണ്ട്. അതിൻ്റെ ഒരു രുചി ഒന്ന് വേറെ തന്നെയായിരുന്നു. ഇന്ന് ഭക്ഷണ രീതികൾ മാറി, പഴയ പലഹാരങ്ങളൊക്കെ ആൾക്കാർ മറന്നുപോയി. പക്ഷേ എനിക്ക് ഇപ്പോഴും നൊസ്റ്റാൾജിയാണ് ഈ അരിയുണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ അരിയുണ്ടയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് പല പല മാറ്റങ്ങൾ വരുത്തിയാണ് അരിയുണ്ട ഉണ്ടാക്കുന്നത് തന്നെ. ഇംപ്രവൈസ് ചെയ്ത് അതിനകത്ത് കുറച്ചും കൂടെ പ്രോട്ടീൻ റിച്ച് ആക്കിയിട്ട് ഞാനിന്ന് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് നല്ല മട്ട അരി കഴുകി വൃത്തിയാക്കി വറുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ബദാം കാജു ചേർക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ അടുത്ത് കുറച്ച് സൺഫ്ലവർ സീഡ്സും ഉണ്ടായിരുന്നു, അതും ഇട്ടു. പിന്നെ നമുക്ക് ഈ ലോട്ടസ് സീഡ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഒന്നും കൂടെ കാൽഷ്യം അയണുമൊക്കെ ധാരാളം കിട്ടും. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു ഇപ്പോൾ. പിന്നെ വാട്ടർമെലൻ്റെ സീഡ് ചേർക്കാം, ഫ്ലാക്സ് സീഡ് ഇടാം. അങ്ങനെ എന്തൊക്കെയുള്ളത് വെച്ചാൽ ചേർത്ത് നമ്മുടെ അരിയുണ്ടേനൊന്ന് ഇംപ്രവൈസ് ചെയ്യാൻ കൂടുതൽ ഹെൽത്തി ആവും. ഞാനിപ്പോൾ 3 ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ: ബദാം, കാജു, സൺഫ്ലവർ സീഡ്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. ഒന്ന് ക്രിസ്പി ആയാൽ പൊടിച്ച് എടുക്കാൻ നല്ല സൗകര്യമാണല്ലോ, വേഗം പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളെല്ലാം അതൊക്കെ കൂടെ ഒന്ന് വറുത്ത് മാറ്റി അതിലേക്കൊരു 3-4 ഏലക്കയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് തേങ്ങയാണ്. തേങ്ങ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. ഞാനതൊന്ന് വെള്ളം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമൊന്നും ഇതൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല കുക്കിങ്. ഇത്രയും സാധനങ്ങളൊന്നും അരിയുണ്ടയിൽ ചേർക്കില്ല. അരി വറുക്കുക, ശർക്കര, അതല്ലെങ്കിൽ പിന്നെ തേങ്ങ, ഇത് മാത്രം. പിന്നെ ഏലക്കയൊക്കെ ഭയങ്കര ആർഭാടാണ് ഇട്ട് കഴിഞ്ഞാൽ, ഏലക്കയോ ജീരകമോ എന്തെങ്കിലുമൊക്കെ എല്ലാം കൂടി ഉരലിലിട്ട് അങ്ങ് ഇടിച്ച് ഉണ്ടയാക്കി എടുത്ത് നമ്മുടെ കട്ടൻ ചായയുടെ കൂടെ ഓരോ ഉണ്ട തരും. ഈ ഉണ്ട തന്നെ കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പൊടിച്ചു. ഇനി നമ്മുടെ തേങ്ങയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് മറ്റ് വറുത്ത സാധനങ്ങളൊക്കെ നമ്മൾ പൊടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ തേങ്ങയും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം ഈ പൊടിച്ചെടുത്തതെല്ലാം. ഇനി അടുത്തത് നമ്മൾ ഇതിനകത്തേക്ക് ശർക്കര നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പൊടി മാറ്റി ആ പൊടിയിൽ ശർക്കര ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇതിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്, നല്ല ഹെൽത്തിയുമാണ്. ഇപ്പോൾ അതേ നമ്മുടെ ശർക്കരയും എല്ലാം മറ്റ് വറുത്തെടുത്ത എല്ലാ നട്ട്സും അരിയും എല്ലാം പൊടിച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2-3 സ്പൂണ് നെയ്യാണ്. വീട്ടിൽ ഉണ്ടാക്കിയ തന്നെ നെയ്യാണ്. ഇനി അതും കൂടെ ചേർത്ത് നമുക്കെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇവിടെയൊക്കെ മേത്തി ലഡു ഉണ്ടാക്കണ പോലെ ഇതിനകത്ത് കുറച്ച് മേത്തി വറുത്ത് നെയ്യിൽ കുതിർത്ത് വെച്ച് ചേർത്താൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ചെറിയൊരു കയ്പ്പുണ്ടാവുമല്ലോ, അപ്പോൾ കുട്ടികൾ കഴിക്കില്ല. അതുകൊണ്ട് ഞാനത് ചേർത്തില്ല. നമ്മുടെ നാടൻ ഉണ്ടയിൽ കുറച്ച് നട്ട്സ് ചേർത്തു, അത്രമാത്രം. എല്ലാവരും ഇതൊന്ന് ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതിനകത്ത് ഹെൽത്തിയായ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും നന്ദി.